ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 27,000 രൂപ റേഞ്ചിൽ ഐക്യൂടെ നിയോ 10R വാങ്ങണോ അല്ലെങ്കിൽ റിയൽമിയുടെ P3 അൾട്ര വാങ്ങണോ, ഇതിലേത് വാങ്ങണം എന്നുള്ളത് ഒരു മെയിൻ കൺഫ്യൂഷനാണ്. കാരണം രണ്ടും ഒരു ബെസ്റ്റ് ലെവലായിട്ടുള്ള ഒരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഞാൻ ഇന്ന് തീർത്തരാം. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും 100% യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും കമൻ്റായിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഫോണും 3 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ 8GB 128GB ആണ്. രണ്ടിൻ്റെ പ്രൈസ് 26,999 ആയിട്ടാണ് വരുന്നത്. സെയിം പ്രൈസ് പോയിന്റിലാണ് രണ്ട് ഫോണും വരുന്നത്. ഈ രണ്ടിൻ്റെയും ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഐക്യു നിയോ 10R കാണാനൊക്കെ നല്ല രസമുണ്ട്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ ആ ഒരു ടിപ്പിക്കൽ ക്യാമറ ലേഔട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ റിയൽമി P3 അൾട്രനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമുക്ക് പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്, വീഗൽ ലെതറായിട്ടും വരുന്നുണ്ട്. രണ്ട് കളേഴ്സ്, റെഡ് പിന്നെ വേറൊരു കളർ കൂടെ വരുന്നുണ്ട്. അതാണെങ്കിൽ വീഗൽ ലെതറും പിന്നെ ഒരു വൈറ്റ് വരുന്നുണ്ട്. അത് എടുത്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. കാണാനൊക്കെ നല്ല രസം രണ്ട് ഫോണും തമ്മിലുണ്ട് കേട്ടോ. വലിയ വ്യത്യാസം അങ്ങനെയല്ല, രണ്ടും നല്ലൊരു ഡിസൈൻ പാറ്റേൺ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഐക്യു നിയോ 10R ആണെങ്കിൽ IP65 റേറ്റിംഗ് ആണ്. റിയൽമി P3 അൾട്ര ആണെങ്കിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് റിയൽമിയിൽ വരുന്നുണ്ട്. സോ ആ കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ റിയൽമിയുടെ ഫോണാണ്. പിന്നീട് രണ്ടിൻ്റെ വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഐക്യു നിയോ 10R ആണെങ്കിൽ 196 ഗ്രാം വെയിറ്റും 8 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. ഇനി റിയൽമി P3 അൾട്ര ആണെങ്കിൽ 183 ഗ്രാം വെയിറ്റും 7.38 mm മാത്രമേ ആ ഒരു ഫോണിൻ്റെ തിക്നെസ്സും വെയിറ്റും വരുന്നുള്ളൂ. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽ റിയൽമിയുടെ P3 അൾട്ര എന്ന ഫോണാണ്. സോ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഒരു ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. റിയൽമി P3 അൾട്ര ആണ് കുറച്ചും കൂടെ പറ്റുക. കാരണം IP69 റേറ്റിംഗ് വരുന്നുണ്ട്, വെയിറ്റും തിക്നെസ്സും ആ ഒരു ഫോണിൽ കുറവാണ്. ഡിസൈൻ ബാക്കി എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല, എല്ലാം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ഡിസൈൻ രണ്ടിനും കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾ വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ദെൻ ഡിസ്പ്ലേ ആണ്. ഐക്യു നിയോ 10R 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ളൊരു അമോലഡ് ആയിട്ടുള്ള 144 Hz ഡിസ്പ്ലേ ആണ് ഐക്യു നിയോ 10R വരുന്ന. 1200 nits ഹൈ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് ഐക്യു ഫോണിൽ വരുന്നത്. ഇനി റിയൽമി P3 അൾട്രയിലാണെങ്കിൽ 6.83 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ളൊരു അമോലഡ് ആയിട്ടുള്ള 120 Hz കോഡ് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് റിയൽമിയുടെ ഫോണിൽ വരുന്നത്. 1200 nits ഹൈ ബ്രൈറ്റ്നസ് ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. റിയൽമിയിലാണെങ്കിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ആണ്. ഐക്യുയിലാണെങ്കിൽ സ്കോഡ് സെൻസേഷൻ അപ്പിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. രണ്ടിൻ്റെയും ഡിസ്പ്ലേ വൈസ് റിയൽമി P3 അൾട്രയിൽ വലിയ ഡിസ്പ്ലേ ആട്ടോ വരുന്നത് കമ്പാരിറ്റീവ്ലി. അതൊരു കോഡ് കർവ്ഡ് കൂടിയാണ്, മറ്റൊരു ഫ്ലാറ്റ് ആണ്. അത് പേഴ്സണലുള്ള ചോയ്സാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഫ്ലാറ്റ് ആണോ കർവ്ഡ് ആണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണലുള്ള ചോയ്സാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു. ഞാൻ ഒരു ഒപ്പീനിയൻ അതിൽ പറയുന്നില്ല. കാരണം അത് ഒരുപാട് പേര് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം കർവ്ഡ് വന്നു കഴിഞ്ഞാൽ താഴെ വീണ് പൊട്ടിയാൽ തന്നെ മാറ്റാനും എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പേരും ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള ചോയ്സായിട്ട് എടുക്കാം. പിന്നീട് ഐക്യു നിയോ 10R 144 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അത് ഭയങ്കര അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ആ ഒരു ഫോൺ വർക്ക് ആവുന്ന 120 Hz മാത്രമാണ്. ചില പെർട്ടിക്കുലർ ഗെയിംസ് മാത്രമാണ് ഈ പറയുന്ന 144 Hz റൺ ആവുന്നത്. ബാക്കി എല്ലാം 120 Hz മാത്രമേ റൺ ആവുന്നുള്ളൂ. സോ അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. 120 Hz ഉണ്ടായാലും മതി. സോ ഡിസ്പ്ലേ വൈസ് അങ്ങനെയാണ് പറയാനുള്ളത്. രണ്ടും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. ഒന്നിൽ കോഡ് കർവ്ഡ് ആണ്, മറ്റേൽ ഫ്ലാറ്റ് ആണെന്നുള്ളത് മെയിൻ വ്യത്യാസമാണ്. റിയൽമി P3 അൾട്രയിൽ കുറച്ചും കൂടെ വലിയ ഡിസ്പ്ലേ ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ രണ്ടും നല്ല ഡിസ്പ്ലേ ആണ്. അതിലൊന്നും വലിയൊരു വ്യത്യാസമൊന്നും അങ്ങനെ പറയാനേ ഇല്ല. ഇനി ക്യാമറയാണ്. രണ്ട് ഫോണും പ്രൈമറി ക്യാമറ വന്നിട്ട് 15 MB പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 8 MB അൾട്ര വൈഡും രണ്ടിനും സെയിം ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ ഐക്യു നിയോ 10R 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. റിയൽമിയിലാണെങ്കിൽ 16 MB സെൽഫി ക്യാമറ ആണ് വരുന്നത്. റിയർ ക്യാമറയിൽ രണ്ട് ഫോണിലും 4K 60 FPS ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയിലാണെങ്കിൽ ഐക്യു നിയോ 10R 4K 13 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ ഫുൾ HD മാത്രമേ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ. ഓവറോൾ ക്യാമറ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് രണ്ട് ഫോണും അത്യാവശ്യം നല്ല ക്യാമറ കേട്ടോ. ക്യാമറ സാമ്പിൾസൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് രണ്ടിൻ്റെയും ക്യാമറ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഐക്യു നിയോ 10R പറയാം. സെൽഫി ക്യാമറ വീഡിയോയിലാണെങ്കിലും ഐക്യു നിയോ 10R കുറച്ചും കൂടെ ബെറ്റർ. നല്ലൊരു ഫൂട്ടേജ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്.
കമ്പാരിറ്റീവ്ലി റിയൽമി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 4K ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇതിൽ iQOO Neo 10R 4K കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത്ര സ്റ്റേബിൾ അല്ല. പക്ഷേ ഫുൾ എച്ച് ഡി ഇടുമ്പോൾ അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റും. സ്റ്റെബിലൈസേഷൻ അതിൽ കുറവാണ്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ വൈസ് നിങ്ങൾ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ രണ്ടും നല്ല ക്യാമറയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല. കാരണം രണ്ടും ഓൾമോസ്റ്റ് നല്ലൊരു ക്യാമറ സാമ്പിൾസാണ് നോക്കിയ സമയത്ത് കണ്ടത്. അതുകൊണ്ട് നിങ്ങളെ റിവ്യൂസ് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക ഏതാണ് നല്ലത് എന്നുള്ളത്. ദെൻ അടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, പെർഫോമൻസ്. iQOO Neo 10R വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമിയുടെ P3 അൾട്രയിലാണെങ്കിൽ മിഡടെക്കിൻ്റെ ഡിമെൻസിറ്റി 8350 അൾട്ര എന്ന ചിപ്സെറ്റാണ് റിയൽമിയുടെ ഫോണിൽ വരുന്നത്. ആൻഡ് സ്കോർ വൈസ് പറയുകയാണെങ്കിൽ ഇപ്പം iQOO Neo 10R 1.5 മില്യൺ ആൻഡ് സ്കോറൊക്കെ ആ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. റിയൽമിയിലാണെങ്കിൽ അറൗണ്ട് ഒരു 1.4 മില്യൺ ആൻഡ് സ്കോർ റിയൽമിയുടെ ഫോണിൽ കിട്ടുന്നുണ്ട്. രണ്ടും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഫോൺ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ iQOO Neo 10R ആണ്. ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ തന്നെ iQOO Neo 10R 120 FPS ഗെയിമിംഗ് കളിക്കാൻ വേണ്ടി പറ്റും. BGMI PUBG ഒക്കെയാണ് 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റിയൽമിയിലാണെങ്കിൽ ഇപ്പോഴും 90 Hz മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റിൽ 120 Hz കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്. പിന്നീട് LPDDR5X RAM ആണ് രണ്ട് ഫോണിൽ വരുന്നത്. യൂസഫ് 3.1 സ്റ്റോറേജ് ആണ് ബേസ് മോഡൽ iQOO Neo 10R വരുന്നത്. 256 GB ആണെന്നുണ്ടെങ്കിൽ 4.1 കിട്ടുന്നുണ്ട്. ബട്ട് റിയൽമി P3 അൾട്രയിലാണെങ്കിൽ 3.1 മാത്രമേ കിട്ടുന്നുള്ളൂ. അതിപ്പോൾ 256 GB എടുത്താലും 128 എടുത്താലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ സ്റ്റോറേജ് 256 എടുക്കുകയാണെങ്കിൽ iQOO Neo 10R കിട്ടും. കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ്. രണ്ട് ഫോണും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന Android 15 ആയിട്ടാണ്. iQOO Neo 10R 3+4 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് iQOO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയൽമിയിലാണെങ്കിൽ 2+3 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ആണ് റിയൽമിയുടെ ഫോണിൽ വരുന്നത്. ഒരു വർഷത്തേക്കുള്ള എക്സ്ട്രാ അപ്ഡേറ്റ് നിങ്ങൾക്ക് iQOO Neo 10R കിട്ടുന്നുണ്ട്. ഓവറോൾ അതാണ് പെർഫോമൻസ് വൈസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് iQOO Neo 10R എന്നൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പക്കയായിട്ട് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഗെയിമിംഗ് റിവ്യൂസൊക്കെ നോക്കുക. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള പരിപാടി രണ്ട് ഫോണും കണ്ടിട്ടില്ല. രണ്ടും നല്ല പെർഫോമൻസ് ഉണ്ട്. കുറച്ചും കൂടെ ബെറ്റർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ iQOO Neo 10R ആണെന്നേ ഉള്ളൂ. ഇനി ബാറ്ററി ആണെങ്കിൽ iQOO Neo 10R വരുന്ന 6400 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. റിയൽമി P3 അൾട്രയിലാണെങ്കിൽ 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും റിയൽമിയിലും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 100% ഒക്കെ ആവാൻ വേണ്ടിയിട്ട് iQOO Neo 10R ഒരു 56 മിനിറ്റ് ടൈമൊക്കെ എടുക്കും. റിയൽമി ആണെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുകയും ചെയ്യും. കാരണം കുറച്ചും കൂടെ അധികം ബാറ്ററി iQOOയിൽ വരുന്നുണ്ട്. അതിൻ്റെ രീതിയിലുള്ളൊരു ബാറ്ററി ലൈഫും iQOO Neo 10R കിട്ടുന്നുമുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ലൈഫ് iQOO Neo 10R വരുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. രണ്ടും നല്ല ഫോൺസാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ iQOO Neo 10R IP65 റേറ്റിംഗ് വരുന്നുള്ളൂ. കുറച്ചും കൂടെ വെയിറ്റും തിക്നെസ്സും കൂടുതലാണ് കമ്പാരിറ്റീവ്ലി റിയൽമി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. റിയൽമിയിലാണെങ്കിൽ IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. ബീഗൽ ലെതർ വരുന്നുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വൈസ് റിയൽമി P3 അൾട്രാണ് കുറച്ചും കൂടെ ബെറ്റർ. ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും അത് നിങ്ങളുടെ പേഴ്സണലായിട്ട് ചോയ്സാണ്, കർവ്ഡ് വേണോ ഫ്ലാറ്റ് വേണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. രണ്ട് ഫോണിനും നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ ആണെങ്കിലും രണ്ടിനും നല്ല ക്യാമറ വരുന്നുണ്ട്. അതിലും ഒരു ഇഷ്യൂസും പറയാനില്ല. പക്ഷേ കുറച്ചും കൂടെ വീഡിയോ ആണ് നിങ്ങളുടെ മെയിൻ ചോയ്സ് എന്നുണ്ടെങ്കിൽ iQOO Neo 10R എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. കുറച്ചും കൂടെ വീഡിയോഗ്രാഫിയിൽ കുറച്ചും കൂടെ ബെറ്റർ അതാണ്. പെർഫോമൻസ് വൈസും iQOO Neo 10R ആണ് കുറച്ചും കൂടെ ബെറ്റർ. 120 FPS ഒക്കെ അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ 90 FPS ആണ്. പക്ഷേ അപ്ഡേറ്റ് അത് തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു വ്യത്യാസത്തിൽ കുറച്ചും കൂടെ പെർഫോമൻസ് വൈസും iQOO Neo 10R ആണ് ബെറ്റർ. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലും iQOO Neo 10R ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അതാണൊരു ക്ലാരിഫിക്കേഷൻ. നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിനായിട്ട് ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുന്നത്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഗോ ഫോർ iQOO Neo 10R. വേറെ ഒന്നും നോക്കണ്ട. ഈ പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് പെർഫോമൻസ് വരുന്ന iQOO Neo 10R ആണ്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും എല്ലാം വേണം. IP69 റേറ്റിംഗ് വേണം, ബീഗൽ ലെതറുള്ള ഡിസൈൻ വേണം, അങ്ങനെയൊക്കെ നോക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി P3 അൾട്രയൊക്കെ റിയൽമി P3 അൾട്ര ഒട്ടും മോശമല്ല. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊരു വ്യത്യാസമായിട്ട് വരുന്നത്. അല്ലാത്ത രീതിയിൽ രണ്ടും നല്ല മോഡലാട്ടോ. ഒന്നും നോക്കണ്ട.
നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട അത് പോയി എടുക്കുക. എടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാത്തിൻ്റെയും റിവ്യൂസൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഫേവറേറ്റ് തോന്നിയിട്ടുള്ള ഫോൺ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.